BMC. ഹായ് ഹലോ വെൽക്കം ടു റേഡിയോ BMC. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി ഭവ്യ മാസലമോനെ. ഇത് മനസ്സാണ്. അപ്പോൾ ഇന്ന് റേഡിയോയിൽ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല, കാരണം നമ്മുടെ റേഡിയോ BMCയുടെയും ഭാരത് മാതാ കോളേജിൻ്റെ ഒരു കുടുംബാംഗമായ ഒരു വ്യക്തിയാണ്. നമ്മളുടെ എല്ലാവരുടെയും സ്വന്തം ഫാദർ ജിമ്മിച്ചനാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. ഫാദർ, വെൽക്കം ടു റേഡിയോ BMC. അപ്പോൾ ഒരുപാട് നാൾ നമ്മുടെ കോളേജിൽ ഒരു ഭാഗമായിരുന്നിട്ട് നൗ യു ആർ ഗോയിങ് ടു ലീവ് ദ കോളേജ്. അപ്പോൾ ഫാദറിന് ഇവിടുന്ന് ഉണ്ടായ ഒരു ഏറ്റവും മെമ്മറബിൾ മൊമെൻറ്റ് എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ BMC കോളേജിൻ്റെ ഭാഗമായി തീരാൻ സാധിച്ചത് ഒത്തിരി സന്തോഷമുണ്ട്. അതിലൂടെ എനിക്ക് ലഭിച്ചൊരു വലിയ നന്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി യൂത്തായി, യങ്ങായി. നിങ്ങളെപ്പോലുള്ള ആളുകളുമായിട്ടൊക്കെ ഇങ്ങനെ സംവദിക്കാനും സഹവസിക്കാനും ഒക്കെ ഇടവന്നത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അതുതന്നെയാണ് ഈ കോളേജിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഓക്കെ ഫാദർ, ഇപ്പം ജെമിനയിലുള്ളൊരു പുതിയ ട്രെൻഡ് ഉണ്ടല്ലോ, ഫാദർ കണ്ടു കാണും, യങ്ങർ സെൽഫായിട്ട് നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ തന്നെ. അപ്പോൾ അതേപോലെ ഫാദറിന് റിയൽ ലൈഫിൽ യങ്ങർ സെൽഫിനെ കാണാൻ പറ്റുകയാണ്. ഒരു 10, 30 അല്ലെങ്കിൽ 20, 40 കൊല്ലം പുറകിലോട്ട് പോയിട്ടുള്ള ഒരു 7 വയസ്സുള്ള കുട്ടിയോ ഒക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു കുട്ടിയോട് എന്തായിരിക്കും ഫാദറിന് പറയാനുള്ളത് ഇപ്പോഴത്തെ ഒരു ഇതിൽ നിന്ന് നോക്കുമ്പോൾ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭവ്യ, ഞാൻ എല്ലാ വർഷവും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് യാത്ര ചെയ്ത് രാജ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷെ എല്ലാ വർഷവും അത് ശരിക്കും നടന്നിട്ടില്ല, പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി നേരത്തെ ചിന്തിച്ചിരുന്നെങ്കിൽ ആ രീതിയിലൊരു പ്ലാനിങ് നടത്തി കുറേ കൂടി ലോകം കാണാനായിട്ട് സാധിക്കുമായിരുന്നു എന്നുള്ളൊരു ചിന്ത എനിക്ക് വരാറുണ്ട് പലപ്പോഴും. അതാണ് എനിക്ക് തോന്നുന്നു ഞാൻ സമ്മതിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം. ഓക്കെ ഫാദർ, ഇപ്പം ഫാദർ യുവതലമുറയ്ക്ക് ഒരു മെസ്സേജ് പോലെ കൊടുക്കാൻ പറ്റുകയാണ്. അതായത് ഇപ്പോൾ ഫാദറിന് തോന്നുകയാണ് ഇന്നത്തെ തലമുറയ്ക്ക് ആ ഒരു ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ അത് ലാക്കിംഗ് ആണ് എന്ന് തോന്നുന്നൊരു കാര്യം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും ഒരു മെസ്സേജ് പോലെ? യുവതലമുറയ്ക്ക് ക്വാളിറ്റി ഇല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജീവിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒത്തിരി നല്ല യൂത്തിനെ നമ്മൾ കണ്ടുമുട്ടുന്നൊരു കാലഘട്ടം കൂടിയാണ്. പിന്നെ എല്ലാ കാലത്തും ഈ പറഞ്ഞതുപോലെ യുവജനത അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ എല്ലാ കാലത്തും ഉണ്ട്. അന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ എക്സ്പോസ്ഡ് ആണ്, അതുകൊണ്ട് നമുക്കത് അങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ യുവജനങ്ങൾ, എനിക്ക് തോന്നുന്നു, ഞാനൊക്കെ കുറച്ച് യങ്ങായിരുന്നപ്പോൾ ഒത്തിരി വായിക്കാനൊക്കെ പരിശ്രമിച്ചിരുന്നു, പ്രത്യേകിച്ച് നോവൽസൊക്കെ. ഈ വായന എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ന് തീർത്തും ഡെഡായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പുസ്തകങ്ങൾ മാത്രമല്ല, അതുപോലെ മറ്റു പല സംഭവങ്ങൾ ഇന്നുണ്ട് അറിവിന് സോഴ്സസ് ആയിട്ട്. അപ്പോൾ ഈ വായന കുറച്ചുകൂടി തിരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് കുറച്ചുകൂടി ഒരു പക്വതയോടുകൂടി കാണാനായിട്ട് സാധിക്കും. ഈ പുസ്തകങ്ങളിൽ, പ്രത്യേകിച്ച് നോവലുകളിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മുഴുവനായിട്ട് സ്വാംശീകരിച്ച സംഭവങ്ങളാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ തന്നെ പൂർണ്ണമായിട്ട് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അത്രയും ഒരു പ്രപഞ്ചം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ആവാഹിക്കുകയാണ്. അത് നമ്മുടെ സൈക്കോളജിക്കലായിട്ട്, സോഷ്യലായിട്ട്, അല്ലെങ്കിൽ സാമൂഹികമായിട്ടൊക്കെ ഒത്തിരി വളർത്തി നമ്മളെ തന്നെ കുറച്ചുകൂടി പക്വതയോടുകൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു അതൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ യുവജനത കുറച്ചുകൂടി ഈ ഒരു ലെവലിലേക്ക്, വായനയുടെ ഒരു ലോകത്തേക്ക് വരികയാണെങ്കിൽ. ഇപ്പം ഞാനൊക്കെ ആണെങ്കിലൊക്കെ കോമൺ ആയിട്ടുള്ള ലൈഫിൽ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും, പക്ഷെ നമ്മൾ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആവും വേറെ ആൾക്കാർ പറയുമ്പോൾ. നീ അങ്ങനെ ചെയ്യരുത്. ചിലപ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പോയൊരു കാര്യം ആരെങ്കിലും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് അത് ചെയ്തിരുന്നെങ്കിൽ എനിക്കതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നേനെ. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ലൈഫിൽ. അപ്പോൾ ഫാദർ എങ്ങനെയാണ് അത് ഡെയിലി ലൈഫിൽ ഡിസിഷൻസ് എടുക്കുന്നത്? എനിക്ക് തോന്നുന്നു ഞാൻ ഈ കലാലയത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ചില ഡിസിഷനുകൾ വേണ്ട രീതിയിലുള്ള വിവേകത്തോടു കൂടി എടുത്തില്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. അപ്പോൾ അതൊരു, ഞാൻ പറഞ്ഞില്ല, അതൊരു ലോകപരിചയവും നമ്മുടെ ആ ഒരു പക്വതയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഡിസിഷൻസ് കൃത്യമായിട്ട് എടുക്കുക, ഫാസ്റ്റായിട്ട് എടുക്കുക വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രത്യേകിച്ച് എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ടതുപോലെ കൃത്യമായ ഡിസിഷൻസ് എടുത്തുകൊണ്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം. അത് കുറേ എക്സ്പീരിയൻസിലൂടെ നമുക്ക് കിട്ടുന്നൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ കലാലയത്തിൽ വന്നതിന് ശേഷം എൻ്റെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻസിൽ അധികം പാളിപ്പോയതായിട്ടുള്ള ഒരു പ്രശ്നം, ഒരു റിഗ്രറ്റ് എനിക്ക് തോന്നിയിട്ടില്ല.
വലിയ കുഴപ്പമില്ലാതെയൊക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം, ഒരു സന്തോഷം, അതൊരു ആത്മനിർവൃതി. ഫാദറിന് നമ്മുടെ കോളേജിൽ വെച്ചുണ്ടായ ഏറ്റവും പ്രൗഡ് മൊമെൻ്റ് എന്തായിരുന്നു? അത് നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ അത് ഞാൻ നന്നായിട്ട് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ടൊരു ഇത് തോന്നില്ലേ, അതേതായിരുന്നു? എനിക്ക് തോന്നുന്നു എൻ്റെ ഇവിടുത്തെ ഒരു ജോലി കൂടുതലൊരു അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ളൊരു തൊഴിലായിരുന്നു ഞാനിവിടെ ചെയ്തിരുന്നത്, അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ആത്മസംതൃപ്തി നൽകുന്ന ഒന്നാമത്തെ കാര്യം ഒരു ടീം വർക്ക് നിലനിർത്താനായിട്ട് സാധിച്ചു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് മാനേജർ അച്ഛനോടാണെങ്കിലും പ്രിൻസിപ്പലിനോടാണെങ്കിലും അങ്ങനെയുള്ള ആ ഒരു ടീം കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഭംഗിയായിരുന്നു. ആ ടീമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു. അപ്പോൾ നമുക്കറിയാം ഈ ഒരു 5 കൊല്ലം കൊണ്ട് ഈ കലാലയത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കിടവന്ന ഒരു കാലഘട്ടമാണ്. ഓട്ടോണമസായി NARF റാങ്കിങ്ങിൽ നമ്മൾ കയറി, ഒത്തിരി റാങ്കുകൾ നമ്മൾ കരസ്ഥമാക്കി. ഇൻഫ്രാസ്ട്രക്ചർ തലത്തിൽ നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട് ഗേറ്റ് തന്നെ നമ്മൾ കടന്നു വരുമ്പോൾ തന്നെ പഴയ ആ ഒരു ചെറിയ ഇതിൽ നിന്ന് ആ കവാടമൊക്കെ കുറച്ചുകൂടി വിശാലമായപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ കോളേജിൻ്റെ ആ ഒരു മുഖവാരത്തിൽ തന്നെ വന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാനായിട്ട് സാധിക്കും. അതൊക്കെ ഈ ഒരു ടീം വർക്കിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റത്തിൻ്റെ പിന്നിൽ ഒരു നിർണായക ശക്തിയായിട്ട് നിലകൊള്ളാൻ സാധിച്ചതാണ് എനിക്ക് ഏറ്റവും ആത്മസംതൃപ്തി നൽകുന്ന ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമതായിട്ട് എനിക്ക് തോന്നുന്നു ഈ കലാലയത്തിൽ ഇപ്പം 5 വർഷമായി ആരുമായിട്ടും മുഷിഞ്ഞ് സംസാരിക്കാനോ അല്ലെങ്കിൽ ദേഷ്യപ്പെടാനോ ഒന്നും ഇതുവരെ അങ്ങനെ ഇടവന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു പരിധി വരെ കുട്ടികളോടാണെങ്കിലും അതുപോലെ അധ്യാപകരോടാണെങ്കിലും ഒക്കെ അത് തീർച്ചയായിട്ടും തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു നല്ല സൗഹൃദങ്ങൾ, നല്ല ബന്ധങ്ങൾ, അത് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് ഈ കലാലയത്തിൻ്റെ പറ്റി ഓർക്കുമ്പോൾ. ഫാദറിൻ്റെ ബിഗ്ഗസ്റ്റ് ഫിയർ എന്താണ്? ഫിയർ എന്ന് പറയുമ്പോൾ അങ്ങനൊരു പ്രത്യേകിച്ച് ഒരു ഭയചിന്ത എന്നെ ഇതുവരെ ആകുലപ്പെടുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇപ്പോൾ ഈവൺ ഈ ഇടയ്ക്ക് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു ചെറിയ അറ്റാക്ക് ഉണ്ടായി, ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതുണ്ടാകുന്നത്. പക്ഷെ എങ്കിൽ പോലും എനിക്കറിയില്ല അങ്ങനൊരു ഭയം എന്നെ ഈവൺ ആ ഒരു ഹോസ്പിറ്റലൈസേഷൻ്റെ സമയത്തോ അതിനുശേഷമോ ഒന്നും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭയം എന്ന് പറഞ്ഞാൽ മരണഭയമാണല്ലോ. പക്ഷെ അങ്ങനെ പോലുമുള്ള ഒരു ഭയം ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഉണ്ടായില്ല എന്നുള്ള സന്തോഷത്തോടു കൂടി ഞാൻ പറയാം. ഫാദർ കരിയറിൽ ഫേസ് ചെയ്തൊരു ബിഗ്ഗസ്റ്റ് ചലഞ്ച് എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു ഈ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ നമ്മൾ പ്രതിസന്ധി നേരിടുന്ന ഏറ്റവും വലിയൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിലേ വരുത്തുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു കാര്യം ഒരു ടാർഗറ്റ് വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഡേറ്റൊക്കെ ഇട്ടായിരിക്കും നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുക. പക്ഷേ നമുക്ക് എന്തുകൊണ്ടോ അത് മൊത്തത്തിലുള്ള നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. ടൈമിൽ നമുക്ക് തീർക്കാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു സ്ട്രഗിളുണ്ട്. അത് ഒരു വലിയ ഒരു സ്ട്രഗിളായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് പല ഫാക്ടേഴ്സിനെ ബന്ധപ്പെടുത്തി നിൽക്കുന്നൊരു കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും അതെനിക്ക് പലപ്പോഴും അതൊരു ഭയങ്കര ഒരു സ്ട്രഗിളാണ്. തീർത്തില്ല, അത് തീരുന്നില്ല എന്നൊക്കെയുള്ള ഒരു സ്ട്രഗിൾ, അതൊരു വലിയ ചലഞ്ചായിട്ട് എനിക്ക് പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കരിയറും എല്ലാം ആകെ ഒരു ഹസിൽ ആൻഡ് ബസിലായിട്ടുള്ള ലൈഫിലാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഫാദർ ഇന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഫാദറിൻ്റെ ഹോബീസ് എന്തൊക്കെയാണ്? മെയിൻലി എൻ്റെ ഹോബി മ്യൂസിക് കേൾക്കാറുണ്ട്. ഓക്കെ. പിന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഹോബി വായന. ഞാനൊരു നല്ല റീഡർ ആയിരുന്നു കുറച്ച് നാൾക്ക് മുമ്പ് വരെ. ഇപ്പം ഒത്തിരി വായനയില്ലെങ്കിലും അത്യാവശ്യം വായിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഹോബിയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാദറിന് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ട്രാവൽ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഏതായിരുന്നു? ശരിക്കും ഭവ്യ പറഞ്ഞതുപോലെ ട്രാവലിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ഓരോ യാത്രയും ഒരു പുതുമ നമുക്ക് നൽകുന്നൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ചെറിയ യാത്രയായിരിക്കാം, വലിയ യാത്രയായിരിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു യാത്ര ഒരു ഭാരത പര്യടനം നടത്തിയെന്നുള്ളതാണ്. ഒരു 14 ദിവസത്തെ ഒരു യാത്ര ബൈ റോഡ് തൃക്കാക്കരയിൽ നിന്ന് ഹിമാചൽ പ്രദേശ് വരെ യാത്ര ചെയ്തൊരു അനുഭവം. അത് ബൈ റോഡ് പോയതാണ്, പക്ഷേ ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ഓരോ ദിവസവും ഓരോ പുതിയ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് പുതിയ കാഴ്ചകൾ, പുതിയ അനുഭവങ്ങൾ, പുതിയ ആളുകൾ. അപ്പോൾ അതൊരു ഭയങ്കര അനുഭവമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ടൊരു 5-10-12 രാജ്യങ്ങളോളം ഇതുവരെ ജീവിതത്തിൽ എനിക്ക് കവർ ചെയ്യാനായിട്ട് സാധിച്ചു. എല്ലാ വർഷവും ഓരോ രാജ്യം പോകണമെന്നാണ് ആഗ്രഹമെങ്കിലും അത് നടന്നിട്ടില്ല. പക്ഷേ എങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ പലതും വിസിറ്റ് ചെയ്തു. വിശുദ്ധ നാടുകൾ ഒരു 3-4 രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തു.
അതുപോലെ അങ്ങനെ ശ്രീലങ്ക, സിംഗപ്പൂർ, അപ്പോൾ അങ്ങനെയുള്ള പല രാജ്യങ്ങളും വിസിറ്റ് ചെയ്യാനായിട്ട് എൻ്റെ ഈ ഒരു കാലയളവ് കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ യാത്ര ചെയ്യണമെന്നാണ് ആഗ്രഹം. പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല, പക്ഷേ എങ്കിലും ഉള്ളിൽ ഒത്തിരി ആഗ്രഹമുള്ളൊരു സാധനമാണ് യാത്ര ചെയ്യുക എന്നുള്ളത്. ഫാദർ മ്യൂസിക് വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരാളാണ് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഫേവറേറ്റ് സോങ് ഏതാണ്? ഏത് രീതിയിലുള്ള മ്യൂസിക്കാണ്? ഇന്ത്യൻ ആണോ? എനിക്ക് മ്യൂസിക് മാത്രമല്ല, മുഴുവൻ കലകളോടും ഒരു താല്പര്യം എൻ്റെ ചെറുപ്പം മുതൽ തന്നെ ഉണ്ട്. എവിടെയും കല ആസ്വദിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഞാൻ ഒരിക്കലും അത് ഉപയോഗിക്കാനായിട്ട് വിട്ടുപോകാറില്ല. സിനിമകളായിക്കൊള്ളട്ടെ, നാടകങ്ങളായിക്കൊള്ളട്ടെ. പ്രത്യേകിച്ച് ഈ ക്യാമ്പസിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒത്തിരിയേറെ ഈ മലയാള വിഭാഗമൊക്കെ നടത്തുന്ന ഒത്തിരി വ്യത്യസ്തങ്ങളായിട്ടുള്ള കേരള സാഹിത്യവും കൾച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പരിപാടികൾ, ഇതുവരെ കാണാത്ത തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളൊക്കെ, അതിലൊക്കെ ഞാൻ പലപ്പോഴും സാഗൂതം അതൊക്കെ നിരീക്ഷിക്കാറുണ്ട്, പോയിരുന്ന് കാണാറുണ്ട്. ഇംഗ്ലീഷ് വിഭാഗം നടത്തുന്ന ഷേക്സ്പീരിയൻ ഡ്രാമാസ് പോയിരിക്കാറുണ്ട്. ഞാൻ ഈവൻ പലപ്പോഴും അതൊക്കെ എടുത്ത് സ്റ്റാറ്റസൊക്കെ ആക്കും, കാരണം എനിക്ക് അതിനോടുള്ളൊരു താല്പര്യമാണ് പലപ്പോഴും. അതുപോലെ മ്യൂസിക് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ സൂക്ഷിക്കുന്നൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരോ വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിൽ, ആ ഒരു ഗാനം പലപ്പോഴും ഒരു ഇഷ്ടപ്പെട്ടൊരു ഗാനമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പ്ലേലിസ്റ്റിലുള്ളൊരു പാട്ടാണ്. വളരെ സംഗീതാത്മകമായ ഒരു ഗാനം പലപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. അതൊരു ഇതായിട്ട്. ഓക്കെ ഫാദർ, അപ്പോൾ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. റേഡിയോ BMCനെ കുറിച്ചൊരു 2 വാക്ക് പറയാൻ പറ്റും? റേഡിയോ BMC എനിക്ക് തോന്നുന്നു നമ്മുടെ BMCയുടെ ഒരു അഭിമാനമാണ് റേഡിയോ BMC എന്ന് പറയുന്നത്. ഞാൻ ഈ വന്നതിന് ശേഷം റേഡിയോ BMCന് ഒരു കമ്മ്യൂണിറ്റി റേഡിയോ ആക്കാൻ പറ്റുമോ എന്നൊക്കെ പോലും ഞങ്ങൾ ചിന്തിച്ചതിന് പല പ്രാവശ്യം നമ്മൾ അതിന് വേണ്ടിയിട്ടൊക്കെ പരിശ്രമിക്കുകയും ചെയ്തു. ഞാൻ ആക്ച്വലി ഞാൻ പഠിച്ചത് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഡൽഹിയിൽ അത് പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മുടെ കലാലയത്തിൽ ഈ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിക്കുന്നില്ലെങ്കിലും റേഡിയോ BMC അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒന്നായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പഠിച്ച പ്രിൻ്റ് മീഡിയയൊക്കെയാണ് കൂടുതലായിട്ട്. അപ്പോൾ അതിൽ ഇത് എഡിറ്റിംഗ് ഉണ്ടായി, ഓഡിയോ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു റേഡിയോ BMC. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എനിക്ക് റേഡിയോയോടുണ്ടായിരുന്നു, റേഡിയോ BMCയോടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നമ്മുടെ ഒരു യുണീക്ക് സംഭവമാണ് റേഡിയോ BMC, നമ്മുടെ BMCയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നിങ്ങൾ നല്ല റേഡിയോ ജോക്കീസും അതുപോലെ ഒത്തിരി വൈദഗ്ധ്യം നേടിയ ആളുകളും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇത് ഉത്തരോത്തരം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പ്രത്യേകം ഒരു ടൈം ടേബിൾ വെച്ച്, ഒരു മാസ്റ്റർ പ്ലാൻ വെച്ച് കൃത്യമായി ഇതിനൊരു ഓരോ വിഭാഗത്തിനും, ഇപ്പോൾ എഡിറ്റിങ്ങിനാണെങ്കിലും ഡബ്ബിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ട്രെയിനിങ് നൽകണമെന്ന് പ്രത്യേകം നിർദ്ദേശങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ഈ ഇടയ്ക്കൊക്കെ ട്രെയിനിങ്ങൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പമായിരിക്കാൻ കഴിഞ്ഞതിന്, നിങ്ങളുടെ ഭാഗമായിരിക്കാൻ കഴിഞ്ഞതിന്. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് റേഡിയോ BMC പോവട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. യാത്രയും സംഗീതം ഇഷ്ടപ്പെടുന്ന ജിമ്മി അച്ഛന് റേഡിയോ BMCയുടെ ആശംസകൾ. യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ BMC. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ഭവ്യ മാസല്ലമോനെ. ഇത് മനസ്സാണ്. Radio BMC.